പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസമാണ് കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ന്യായാധിപനായിട്ടുള്ള ജസ്റ്റിസ് എ ബദറുദ്ദീൻ പൊതുപ്രവർത്തകനായിട്ടുള്ള എൻ്റെ ഒരു ഹർജി പരിഗണിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു അഴിമതി കേസിൽ ഒന്നാം പ്രതിയായ ഒരു ഉദ്യോഗസ്ഥനെ എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ ഒന്നിലധികം ഉന്നത സ്ഥാനങ്ങളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന സുപ്രധാനമായിട്ടുള്ള ചോദ്യം ചോദിച്ചത്. അഴിമതിക്ക് നല്ല സാധ്യതയുള്ള സ്ഥാനമാണല്ലോ ഇത് എന്നുള്ളൊരു പരാമർശവും ജഡ്ജി നടത്തി. അതിനെ തുടർന്ന് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം അറിയിക്കാൻ സർക്കാരിന് ഒരാഴ്ചത്തെ സമയവും കോടതി അനുവദിച്ചു നൽകി. സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ, ഇതിനകം പ്രമാദമായിട്ടുള്ള കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ശ്രീമൻ കെ രതീഷ്. രണ്ടാം പ്രതി അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവും കശുവണ്ടി വികസന കോർപ്പറേഷനിലെ ചെയർമാനായിരുന്ന ആർ ചന്ദ്രശേഖരൻ. പിന്നെ ഒരു ഇടനിലക്കാരൻ്റെ മൂന്നാം പ്രതിയും ഉണ്ടായി. ഈ മൂന്ന് പ്രതികളെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള സാങ്ഷൻ 2020 മുതൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായിട്ടുള്ള CBI സർക്കാരിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അന്ന് അധികാരത്തിലിരുന്ന പിണറായി സർക്കാർ 3 തവണ പ്രോസിക്യൂഷൻ അനുമതി ചോദിച്ചെങ്കിലും കൊടുത്തില്ല. വി ഡി സതീശൻ സർക്കാർ വന്നു, വീണ്ടും 3 പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തില്ല. അതിനെ തുടർന്ന് കോടതിയുടെ ശക്തമായിട്ടുള്ള ഇടപെടലിലൂടെ, ജസ്റ്റിസ് എ ബദറുദ്ദീൻ്റെ ബെഞ്ചിൻ്റെ ഇടപെടലിലൂടെ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. അത് പിന്നെ വലിയ വിവാദമായി, നമുക്കറിയാമല്ലോ അതിനെക്കുറിച്ച്. പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാനായിട്ട് ഉത്തരവിറക്കിയ ഉത്തരവിൽ കോടതിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഉത്തരവ് കോടതിയിലെത്തുന്നതിന് മുമ്പ് തന്നെ പ്രതിയുടെ കയ്യിലെത്തി. അതുമായിട്ടുള്ള വലിയ ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായി. അവസാനം ഗത്യന്തരമില്ലാതെ സതീശൻ സർക്കാർ, സതീശൻ്റെ ക്യാബിനറ്റ് കോടതിക്കെതിരെ ആദ്യ ഉത്തരവിലുണ്ടായിരുന്ന വിവാദ പരാമർശങ്ങളെല്ലാം മാറ്റി ഈ രതീഷിനെ ഉൾപ്പെടെയുള്ള 3 പ്രതികളെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കൊടുത്തുകൊണ്ട് ഉത്തരവ് കോടതിയിലിറക്കി. അതുമായി ബന്ധപ്പെട്ടുള്ള കോടതിയിലെ കേസൊക്കെ ഇപ്പോഴും തുടരുകയാണ്, അത് പൂർണ്ണമാക്കിയിട്ടില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ ജൂലൈ 8-ാം തീയതിയോ മറ്റോ ആണ് ഈ കെ രതീഷ്, ആർ ചന്ദ്രശേഖരൻ ഇടനിലക്കാരൻ, ഇവരെ 3 പേരെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം സതീശൻ സർക്കാർ കൊടുത്തത്. മൂന്നാമത്തെ ആളെ ഉൾപ്പെടെ അതെ, ഇതിനുള്ള അനുവാദം സതീശൻ സർക്കാർ. എന്നാൽ പിന്നീട് വിവാദം ഉണ്ടായത് എങ്ങനെയാണ്? ഈ പ്രോസിക്യൂഷൻ സാക്ഷനുള്ള ഉത്തരവ് നൽകി 29 ദിവസം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ 28 ദിവസം കഴിഞ്ഞിട്ടും സതീശൻ സർക്കാർ പ്രോസിക്യൂഷൻ സാങ്ഷൻ നൽകിയ കശുവണ്ടി ഇറക്കുമതി കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള കെ രതീഷ് എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥൻ പ്രോസിക്യൂഷൻ സാങ്ഷൻ നൽകിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ കീഴിൽ 1 അല്ല 2 സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനത്ത് തുടരുന്നു എന്നുള്ളതാണ് വിവാദമായത്. ഖാദി ഗ്രാമവികസന ബോർഡിൻ്റെ സെക്രട്ടറിയായി അദ്ദേഹം തുടരുന്നു, ചെയർമാൻ സതീശൻ. റൂട്രോണിക്സ് പറഞ്ഞ വേറൊരു സ്ഥാപനം, അതിൻ്റെ MD ആയി തുടരുന്നു, അതിൻ്റെ ചെയർമാൻ സതീശൻ. വേറൊരു ഉന്നത സ്ഥാനത്ത് കൂടി അദ്ദേഹം തുടരുന്നു. ആ വിഷയമാണ് പൊതുപ്രവർത്തകരായിട്ടുള്ള ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അതിലാണ് ഹൈക്കോടതി അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ ഈ സതീശൻ സർക്കാരിനെതിരെയും പരോക്ഷമായി മുഖ്യമന്ത്രി സതീശനെതിരെയും നടത്തിയത്. എന്ന് മാത്രമല്ല, ഇയാൾ ഇവിടെ തന്നെ തുടരുമോ അതോ മാറ്റുമോ, എന്താ നിങ്ങളുടെ പരിപാടി എന്നുള്ളത് അറിയിക്കാൻ ഒരാഴ്ചത്തെ സമയം സതീശൻ സർക്കാരിന് കൊടുത്തിരിക്കുന്നു. എന്ന് വെച്ചാൽ 8-ാം തീയതിയോടുകൂടി ആ വിവരം അറിയിക്കാം. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം, അല്ലെങ്കിൽ ചർച്ചയാക്കാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് 10-22 ദിവസം കഴിഞ്ഞിട്ടും, അതായത് കെ രതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഇയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം നൽകി 10-22 ദിവസം കഴിഞ്ഞിട്ടും ഇയാൾ ആ സ്ഥാനത്ത് തന്നെ തുടരാൻ സതീശൻ അനുവാദം നൽകിയത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ഞാനിവിടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിനകം തന്നെ നടന്ന ചർച്ചകളിലൂടെയെല്ലാം കെ രതീഷ് കൊടിയ അഴിമതിക്കാരനാണ് എന്നുള്ളത് പുറത്തു വന്നിട്ടുണ്ട്.
2003 മുതൽ ഇടതുപക്ഷവും ഇടതുപക്ഷവും വന്നു കഴിഞ്ഞാലും ഇയാൾ ഉന്നതമായിട്ടുള്ള സ്ഥാനത്ത് ഇരിക്കുകയായിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. 65 വയസ്സിന് മുകളിൽ ഇരിക്കാൻ പാടില്ലാത്ത ആളാണ് അയാൾ. 65 വയസ്സ് കഴിഞ്ഞിട്ടും അവിടെ ഇരിക്കുകയാണ് എന്നുള്ള വാദം പുറത്തു വന്നിട്ടുണ്ട്. ഒരു അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ സാങ്ഷൻ നൽകിയാൽ അപ്പോൾ തന്നെ അയാൾ സർക്കാരിൽ ഉദ്യോഗസ്ഥരാണെങ്കിൽ അയാളെ പറഞ്ഞു വിടണം, ആ സ്ഥാനത്ത് നിന്ന് നീക്കണം എന്നുള്ള നിയമം നിലനിൽക്കുമ്പോഴാണ് ഈ നിലപാടുകളുടെ രാജകുമാരനായിട്ടുള്ള VD സതീശൻ അദ്ദേഹം തന്നെ ഉത്തരവിറക്കിയിട്ടും 10, 27, 28 ദിവസം കഴിഞ്ഞിട്ടും ഈ അഴിമതിക്കാരനായിട്ടുള്ള K രതീഷിനെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചത്. അത് വളരെ ദുരൂഹമായിട്ടാണ്, ഇംഗ്ലീഷ് പറഞ്ഞാൽ വളരെ ഇൻട്രീഗിങ് ആയിട്ടാണ് ജനങ്ങൾക്ക് തോന്നുന്നത്. കാരണം അയാൾ അഴിമതിക്കാരനാണെന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. അതോടൊപ്പം തന്നെ അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം സതീശൻ കൊടുത്തതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നിട്ട് എന്തുകൊണ്ട് സതീശൻ അയാളെ നീക്കിയില്ല? അത് ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു $1 മില്യൺ ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് പറയേണ്ടി വരില്ല സുഹൃത്തുക്കളെ. കാരണം അഴിമതിയോട് ഒരു ഇഞ്ച് പോലും സന്ധി ചെയ്യാത്ത ആളാണ് VD സതീശൻ എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ പറയുന്നത്. നിലപാടുകൾ ശക്തമായി എടുക്കുന്ന ഒരാൾ. അപ്പോൾ അങ്ങനെ ശക്തമായിട്ടുള്ള നിലപാടുകൾ വിഷയത്തിൽ എടുക്കുന്ന ആളാണെങ്കിൽ എന്തുകൊണ്ട് അഴിമതിക്കാരനായിട്ടുള്ള K രതീഷിനെ ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹം അനുവദിച്ചു? എന്തുകൊണ്ടത് സംഭവിച്ചു? എന്തുകൊണ്ട് അദ്ദേഹത്തെ നീക്കിയില്ല? കാരണം അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കൊടുത്ത ആൾ തന്നെയല്ലേ സതീശൻ. അപ്പോൾ സ്വാഭാവികമായി അയാൾ നീക്കണ്ടേ? പ്രത്യേകിച്ച് അയാൾ അഴിമതിക്കാരനാണ് എന്നുള്ളത് അറിയാമായിരുന്നിട്ട് കൂടി തൻ്റെ കീഴിൽ തന്നെ 2 സ്ഥാനത്ത് എന്തുകൊണ്ട് K രതീഷിനെ തുടരാൻ സതീശൻ അനുവദിച്ചു എന്നുള്ളത് വളരെ ദുരൂഹമായിട്ടാണ് തുടരുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ, അതായത് ഈ രതീഷ് എന്ന് പറഞ്ഞ ഇയാൾ R ചന്ദ്രശേഖരൻ്റെ അടുത്ത ബന്ധുവാണ്. യഥാർത്ഥത്തിൽ R ചന്ദ്രശേഖരനെ കശുവണ്ടി വികസന കോർപ്പറേഷനിൽ ചെയർമാനാക്കി കൊണ്ടുവരുന്നതിലും ഈ രതീഷിനുള്ള ഇടതും വലതും ഒക്കെ ആയിട്ടുള്ള ബന്ധം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇടതിനോട് R ചന്ദ്രശേഖരന് വലിയ പങ്കുണ്ടായിരുന്നുകൊണ്ടാണല്ലോ R ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് ഇടത് സർക്കാർ അനുവാദം കൊടുക്കാമായിരുന്നു. R ചന്ദ്രശേഖരൻ INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് കൂടി. അപ്പോൾ R ചന്ദ്രശേഖരൻ്റെ ബന്ധുവാണ് K രതീഷ്. R ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം R ചന്ദ്രശേഖരൻ സതീശൻ്റെ ഏറ്റവും അടുത്തയാളാണ് എന്നുള്ള കാര്യത്തിലും ആർക്കും തർക്കമില്ല. സതീശൻ്റെ ചന്ദ്രശേഖരൻ സതീശനുമായിട്ട് എങ്ങനെ ഇത്ര അടുത്ത ബന്ധമുണ്ടായി എന്നുള്ളത് ഇപ്പോഴും വലിയ ദുരൂഹമാണ് കോൺഗ്രസ്സുകാർക്ക്. കാരണം ഏതാണ്ട് ഒരു 1-2 വർഷത്തിന് മുമ്പ് വരെ സതീശനും R ചന്ദ്രശേഖരനും തമ്മിൽ ഈ പറഞ്ഞ പോലെ കണ്ടാൽ മുഖത്ത് പോലും നോക്കാത്തത്ര എതിർപ്പാണുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ INTUCക്കാർ സതീശനെതിരെ ജാഥ നടത്തുകയും സതീശനെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് യൂട്യൂബിലൊക്കെ തപ്പിയാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ അവരുടെ വിരുദ്ധ ധ്രുവങ്ങളിൽ നിന്ന ഒരു ഘട്ടമായിരുന്നു 1-2 വർഷങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 1-2 വർഷത്തിനിടയിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെ, ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇതുപോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്നൊക്കെ തന്നെ ചന്ദ്രശേഖരൻ അകന്നപ്പോൾ ചന്ദ്രശേഖരൻ സതീശൻ്റെ ഉറ്റ അനുയായിയായി മാറി. അതെങ്ങനെ മാറി? അത് മാറാനുള്ള കാരണം എന്താണ്? അതിൻ്റെ പുറകിൽ വേറെ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ വലിയ ചർച്ച ഇപ്പോൾ തന്നെ തുടരുന്നുണ്ട്. എങ്ങനെ ഇവർ തമ്മിൽ ഇത്രയേറെ അടുത്തു എന്ന്. അപ്പോൾ അതിനൊരു കാരണം പറയുന്നത് സതീശന് കോൺഗ്രസ്സിനകത്ത് വലിയ പിടിയൊന്നുമില്ലല്ലോ. സതീശനുമായി ബന്ധമുള്ള കോൺഗ്രസ്സിലെ നേതാക്കന്മാരുടെ എണ്ണം കുറവാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ INTUC എന്ന് പറഞ്ഞ ട്രേഡ് യൂണിയൻ ഇപ്പോൾ ചന്ദ്രശേഖരൻ്റെ കൂടെയാണല്ലോ നിൽക്കുന്നത്. ചന്ദ്രശേഖരൻ കൊടിയ അഴിമതിക്കാരനാണെങ്കിലും INTUCയുടെ നേതാക്കന്മാരിൽ ബഹുഭൂരിപക്ഷം ഇപ്പോഴും ചന്ദ്രശേഖരൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ സതീശനെ കേരളത്തിൽ വ്യാപകമായിട്ടുള്ള പ്രചരണം സതീശന് അനുകൂലമായി കേരളത്തിലെമ്പാടും നടത്തുന്നതിൽ ഈ INTUC വലിയ പങ്ക് വഹിച്ചു എന്നിപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും സതീശൻ്റെ ഫ്ലെക്സ് ബോർഡൊക്കെ കാണാം. ഫ്ലെക്സ് ബോർഡുകളെല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്ന INTUC ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ പറയുന്നത് R ചന്ദ്രശേഖരനെ സതീശൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന് ഉറപ്പ് നൽകിയതിൻ്റെ ഭാഗമായി സതീശന് INTUCയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ R ചന്ദ്രശേഖരൻ വാങ്ങിക്കൊടുത്തതാണ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ബന്ധത്തിൻ്റെ അടുത്ത കാരണം എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. കാരണം MLAമാരുടെ ഇടയിൽ പിന്തുണയില്ല, MP-മാരുടെ ഇടയിൽ പിന്തുണയില്ല, കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണയില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ എവിടുന്നെങ്കിലും ഒരു പിന്തുണ വേണ്ടേ സതീശന്?
അത് INTUCയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നും അത് INTUCയിലൂടെ ചന്ദ്രശേഖരൻ ഉറപ്പുവരുത്തി എന്നുമൊക്കെ പറയുന്ന ഒരു വിഭാഗം കോൺഗ്രസ്സുകാരുണ്ട്. എന്തായാലും ഇവർ തമ്മിൽ എന്തോ വലിയ അടുത്ത ബന്ധമുണ്ട്. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായി ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, നമുക്കറിയാൻ കഴിഞ്ഞൊരു വിവരം എന്ന് വെച്ചാൽ 2-ാം തീയതിയാണല്ലോ ഈ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കുന്ന ആദ്യത്തെ ഉത്തരവ് ഇറങ്ങിയതും ആ ഉത്തരവിൽ കോടതിക്കെതിരെ പരാമർശം വന്നതും കോടതിയിൽ അത് ഹാജരാക്കാതിരുന്നതും AG ആ കാര്യം മുഖ്യമന്ത്രി വിളിച്ചറിയിച്ചതും ഒക്കെ ഈ ജൂലൈ 2-ാം തീയതി ആയിരുന്നല്ലോ. ജൂലൈ 2-ാം തീയതി ഈ സംഭവങ്ങളൊക്കെ കോടതിയിൽ നടന്നതിനെ തുടർന്ന് അന്ന് വൈകിട്ട് സതീശനും ചന്ദ്രശേഖരനും ഏതാണ്ടൊരു 1 മണിക്കൂർ നേരം അടച്ചിട്ട മുറിയിലിരുന്ന് മുഖ്യമന്ത്രി ഓഫീസിന് അനുബന്ധമായിട്ടുള്ളൊരു മുറിയിൽ ചർച്ച നടത്തി എന്നുള്ള ഒരു വിവരം കോൺഗ്രസ്സുകാരുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന എന്തെങ്കിലും ധാരണയുടെ അടിസ്ഥാനത്തിലാണോ ഈ K രതീഷിനെ സതീശൻ ഇങ്ങനെ വഴിവിട്ടും സംരക്ഷിച്ചു പോകുന്നത് എന്നുള്ള സംശയമാണ് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ഉള്ളത്. അതായത് പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാനായിട്ട് അനുവാദം നൽകിയെങ്കിലും K രതീഷിനെ സംരക്ഷിച്ചു കൊള്ളണം എന്നുള്ള വാദം ചന്ദ്രശേഖരൻ VD സതീശനുമായിട്ടുള്ള അടച്ചിട്ട ചർച്ചയിൽ ഉന്നയിച്ചുവെന്നും അത് സതീശൻ അംഗീകരിച്ചുവെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് K രതീഷിനെ തുടരാൻ അനുവദിച്ചത് എന്നും വിശ്വസിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസ്സുകാരുണ്ട്. എന്തായാലും സതീശൻ K രതീഷിനെ സംരക്ഷിക്കുകയായിരുന്നു എന്നുള്ളത് വ്യക്തമാണല്ലോ. കാരണം 8-ാം തീയതി പ്രോസിക്യൂഷൻ സാങ്ഷൻ ഉത്തരവ് ഇറങ്ങിയിട്ടും ഏതാണ്ട് 27 ദിവസമായിട്ടും അയാൾ പ്രധാനപ്പെട്ട 2 സ്ഥാനങ്ങളിലും ഒരു ചാഞ്ചാട്ടമില്ലാതെ ഒരു ചാഞ്ചല്യം ഇല്ലാതെ അവിടെ തുടരുകയായിരുന്നു. അപ്പോൾ സതീശൻ K രതീഷിനെ സംരക്ഷിക്കാൻ തീരുമാനിച്ചുറച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണല്ലോ. അത് ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു ഡീലിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് പൊതുവിൽ കേൾക്കുന്നത്. നമുക്കിപ്പോൾ ഇതിനകം മനസ്സിലായിട്ടുള്ളതുപോലെ തന്നെ ഖാദി ബോർഡിൽ ഇരുന്നുകൊണ്ട് വലിയ കോടികളുടെ അഴിമതിക്ക് K രതീഷ് സ്വരുക്കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നെന്നും അത് ഓണവുമായി ബന്ധപ്പെട്ടായിരുന്നുവെന്നും ഓണം കഴിയുന്നത് വരെ ചന്ദ്രശേഖരൻ അവിടെ K രതീഷിന് അവിടെ തുടരാനുള്ള അനുവാദം ചന്ദ്രശേഖരൻ സതീശനിൽ നിന്ന് വാങ്ങിയിരുന്നു എന്നുമൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ ദുരൂഹമായിട്ടുള്ള ചില ഇടപാടുകളുടെ ഭാഗമായിട്ടാണ് സതീശൻ K രതീഷിനെ സംരക്ഷിച്ചിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ, ഇപ്പോൾ പുതിയതായിട്ടുണ്ടായിട്ടുള്ള ചില ഡെവലപ്മെൻറ്റുകളുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിധി വന്നതിനെ തുടർന്ന് മന്ത്രിസഭയിലുള്ളവരൊക്കെ ഈ K രതീഷിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പയ്യെ ഒഴിഞ്ഞു നിൽക്കുകയാണ്. കാരണം ഇതിനു മുമ്പ് നമുക്കറിയാമല്ലോ, ഇപ്പോൾ K മുരളീധരൻ ഇതുപോലുള്ള പല ആളുകളുമൊക്കെ രമേശ് ചെന്നിത്തലയൊക്കെ അറിയാതെയോ ഈ K രതീഷ് പങ്കെടുത്ത പരിപാടികളിൽ പോയി പങ്കെടുക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ എല്ലാ ജില്ലയിലും ഖാദിമേള നടത്തുകയായിരുന്നു K രതീഷ്. കാരണം മലപ്പുറത്ത് നടത്താനുള്ള ഖാദിമേളയിൽ K രതീഷിനോടൊപ്പം പങ്കെടുക്കാൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറാവാതിരുന്നതുകൊണ്ട് ആ പരിപാടി K രതീഷ് ഇല്ലാതെ കുഞ്ഞാലിക്കുട്ടി ആ പരിപാടിയിൽ പങ്കെടുത്തായിട്ടാണ് നമ്മളിപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത്. K രതീഷ് എറണാകുളത്താണ് എന്നുള്ള വിവരമുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷാജൻ സ്കറിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിൽ പറയുന്നത് സതീശനെ കാണാനായി ആലുവ ഗസ്റ്റ് ഹൗസിൽ K രതീഷ് കാത്തു നിൽക്കുന്നുണ്ടെന്നും സതീശൻ K രതീഷിനെ കാണരുത് എന്നുമാണ്. K രതീഷ് ഇപ്പോഴും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. സതീശനെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ സതീശൻ അദ്ദേഹത്തെ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. K രതീഷിന് തുടരാൻ കഴിയുമെന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ K രതീഷ് അപ്പീൽ പോകാനുള്ള നീക്കം നടത്തുന്നുണ്ട് എന്ന് കേൾക്കുന്നു. ഒരുപക്ഷെ അതിൻ്റെ കാര്യം സംസാരിക്കാനായിരിക്കണം സതീശനുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുന്നത്. പക്ഷേ സതീശൻ അയാളെ കാണാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എന്തായാലും 8-ാം തീയതിക്ക് മുമ്പ് K രതീഷിനെ എൻ്റെ ഹർജിയുടെ തുടർ നടപടി എന്നുള്ള നിലയിൽ ബദറുദ്ദീൻ എന്നുള്ള ന്യായാധിപൻ്റെ ശക്തമായ ഇടപെടലിൻ്റെ ഭാഗമായി ഈ K രതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ അഴിമതിക്കാരനെ ഈ 2 ഔദ്യോഗിക ഉന്നത സ്ഥാനങ്ങളിൽ നീക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും K രതീഷും സതീശനും തമ്മിൽ ഒരു അവിശുദ്ധ ബന്ധം ഉണ്ടായിരുന്നത് കൊണ്ടാണ് K രതീഷിനെ ഉൾപ്പെടെയുള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉത്തരവിറക്കിയിട്ട് ഏതാണ്ട് ഒരു 3 ആഴ്ചയായിട്ടും സതീശൻ്റെ കീഴിൽ രതീഷ് 2 ഉന്നത സ്ഥാനങ്ങളിൽ തുടർന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.